ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നതാ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ്, ലാസ്റ്റത്തെ നോമ്പിൻ്റെ ദിവസമാണ്. അപ്പോൾ ഞാനിതാ ഇക്കാക്ക് തലയിൽ ഹെന്ന ഇട്ട് കൊടുക്കുകയാണ്. താത്ത എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താ പറയുക, ഹെന്ന കിറ്റല്ല, ഒരു ഈദ് കിറ്റ് പോലെ ഹെന്നയും അതുപോലെ അതിൻ്റെ കയ്യിലിടുന്നത് മൈലാഞ്ചി ട്യൂബ്സ്, പിന്നെ എന്തായിരുന്നു ബീട്രൂട്ട് പൗഡർ, പിന്നെ നെയിൽ കോൺസ്, അങ്ങനെ കുറേ ഐറ്റായിട്ട് ഞാൻ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ. അപ്പോൾ അതിൽ ഇതുപോലെ തലയിലിടാനുള്ള ഹെന്ന ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇക്കാൻ്റെ തലയിൽ അത് പരീക്ഷിക്കാം വിചാരിച്ച് ഞാൻ ഇക്കാക്ക് ഇട്ട് കൊടുത്തു. ഇക്ക മുടിയൊക്കെ വെട്ടി വന്ന് സെറ്റായതാണ്. അപ്പോൾ ആ പരിപാടികളൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് പുളിയിഞ്ചി ഉണ്ടാക്കി വെച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ അരി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അരിയൊക്കെ കറക്റ്റ് അളന്ന് സെറ്റാക്കി ഓരോ കവറിലാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ 2-3 പേര് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാറുണ്ട്, പിന്നെ നമ്മൾ കൊണ്ടു കൊടുക്കാറുണ്ട്, അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹറിബറി ഉണ്ടാവില്ലല്ലോ. അതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഇന്ന് വളരെ മിനിമലായിട്ടൊരു നോമ്പ് തുറ ആണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. മാസമൊക്കെ കണ്ടു. നാളെ നോമ്പാണ് എന്നുള്ളത് പെരുന്നാളാണെന്നുള്ളത് കൺഫേമായി. അപ്പോൾ പിന്നെ ഫസ്റ്റ് പരിപാടി മൈലാഞ്ചിടലാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ താത്ത കൊണ്ടുവന്ന ആ കിറ്റിലുണ്ടായിരുന്ന ഇതുപോലെ സ്റ്റെൻസിലും ഉണ്ടായിരുന്നു അതിൻ്റെ സ്റ്റിക്കേഴ്സായിട്ട്. അപ്പോൾ ഇത്തവണ മൈലാഞ്ചി പരിപാടികൾ ഈസിയായി. അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ വീട്ടിലത്തെ ഒരു കുട്ടിയാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മൈലാഞ്ചിയും എല്ലാം അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 പേര് അവർക്ക് വേണ്ട സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ എളുപ്പ പരിപാടി ആയതുകൊണ്ട് ഞാൻ വേഗം അതൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ അവരെന്തായാലും കിടക്കുന്നതിന് മുന്നേ ഇതൊക്കെ റിമൂവ് ചെയ്യും. അപ്പോൾ കുറച്ച് നേരത്തെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവുമല്ലോ വിചാരിച്ചിട്ട് ആദ്യം അവരുടെ പരിപാടികളൊക്കെ തീർത്തു. ഞാൻ 2 പേർക്കും കൂടിയിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഇതാ ചിക്കൻ നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ കായം തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുളിയിഞ്ചി ചൂടാറി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെ ഒരു ബോട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആവശ്യാനുസരണം എടുക്കാം. ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയപ്പോൾ നല്ല തിക്കായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്തവണ അത്രയും തിക്കാക്കിയിട്ടില്ല, കുറച്ചൊരു ഇങ്ങനെ ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയത്. എനിക്ക് മറ്റേതിനേക്കാൾ കുറച്ചുകൂടി ഇഷ്ടം ഇതാണ്. അങ്ങനെ നമ്മുടെ ഈദ് ഡേ എത്തിയിരിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റു, കുളിച്ചു, നിസ്കാരമൊക്കെ കഴിഞ്ഞു, സുന്നത്ത് നിസ്കരിച്ചു. അതിനുശേഷം ഞാനിത് മുമ്പാരത്തൊക്കെ ഒന്ന് വന്ന് കുറച്ച് നേരം ഒന്ന് അവിടെ അങ്ങനെ ഇരുന്നു. എന്നിട്ട് രാവിലത്തേക്കുള്ള പരിപാടികളൊക്കെ റെഡിയാക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചായയൊക്കെ വെച്ചു. ഞാൻ ഒന്ന് ഉറക്കപ്പുറത്ത് ഇറങ്ങിയപ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും ബാങ്ക് കൊടുത്തു. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ ദിക്റും കാര്യങ്ങളും തക്ബീറൊക്കെ ചൊല്ലി. പിന്നെ പെരുന്നാൾ നിസ്കാരം ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് നിസ്കരിച്ചത്.
അങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടിയായിട്ടുള്ള ചിക്കൻ ബിരിയാണി വെക്കലിലേക്ക് കടന്നിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി വെച്ചത്. പിന്നെ അതുപോലെ കുറച്ച് ബീഫ് റോസ്റ്റും ഉണ്ടാക്കി. പിന്നെ നമ്മൾ അടപ്പായസം ഉണ്ടാക്കി. അപ്പോൾ നമുക്കിന്ന് ഉച്ചക്ക് ഫുഡിന് മോളുടെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇക്കാടെ കമ്പനിയിൽ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയും ഏട്ടനും അവരുടെ മോളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ആദ്യമായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലാത്ത രീതി നന്നായിട്ടുണ്ട് എന്നാണ് കഴിച്ചവരൊക്കെ പറഞ്ഞത്. എനിക്കും ഇഷ്ടപ്പെട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നതിന് ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ അങ്ങനെ എടുത്തിട്ടുള്ളൂ, അങ്ങനെ മുഴുവനായിട്ട് എടുത്തിട്ടില്ല. അങ്ങനെ അവസാനം നമ്മൾ 2 ലെയറായിട്ട് അതിനെ ദമ്മിട്ടു. അതിന് മീതെ കുറച്ച് എന്താ പറയുക കനലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിനെ അവിടെ സെറ്റാക്കി റെഡിയാക്കി വെച്ചു. മൊത്തം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഏകദേശം അവരൊക്കെ വന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ദമ്മ് പൊട്ടിച്ച് അതിനെ സെറ്റാക്കുകയാണ്. ആ പരിപാടി ഞാൻ ഇക്കാനെ ഏൽപ്പിച്ചു. ഞാനാകുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് മിക്സാക്കുക ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മെത്തേഡ് കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡിൽ മിക്സാക്കലൊക്കെ ചെയ്യും. അപ്പോൾ ഞാനത് ഇക്കാൻ ഏൽപ്പിച്ചു. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു, പായസമൊക്കെ കുടിച്ച് അങ്ങനെ അടിപൊളിയായിട്ട് ഇതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇനി നമ്മൾ വന്നവരൊക്കെ തിരിച്ച് പോയി. കുറച്ച് നേരം ഞങ്ങൾ കിടന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഈവനിങ് ആയി. നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ വീട്ടിൽ പോയി. ഉമ്മാൻ്റെ ഉപ്പാനൊക്കെ അടുത്ത് പോയി. പിന്നെ മൂത്താപ്പാടെ വീട്ടിൽ പോയി, അമ്മായിയുടെ വീട്ടിൽ പോയി. അങ്ങനെ അവിടെ എല്ലാം പോയി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിന്നെ നമ്മൾ ഇക്കാടെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് ഇന്നാണ് പോയത്. നമ്മളെല്ലാവരും വീണ്ടും ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഇക്കാടെ കുറച്ച് ഫാമിലിയിലൊക്കെ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കുഞ്ഞു ബ്ലോഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. താങ്ക് യു, ബൈ ബൈ.